എല്ലാരും മരിക്കുമ്പോ ഇടങ്ങാറാവൂല എന്നാണ്. മരിക്കുമ്പോ ചിരിച്ചാറുണ്ട്. സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്തഫാ നബി തങ്ങൾ വഫാത്തായപ്പോ മദീനയിൽ നിൽക്കാൻ കഴിയാതെ നാട് വിട്ടു. മഹാനവർകൾ നാട് വിട്ടു പോവുകയാണ്. രാജ്യം വിടാൻ തീരുമാനിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കൽ നിർത്തി, വെള്ളം കുടിക്കൽ നിർത്തി. എല്ലാവരോടും പറഞ്ഞു, ഞാൻ രാജ്യം വിട്ടുപോവുകയാണ്, ഞാൻ രാജ്യം വിട്ടുപോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ സഹാബത്തും മൂപ്പരോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാട് വിടരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. മൂപ്പര് പറഞ്ഞു, പറ്റൂല, ഞാൻ പോവുകയാണ് പറഞ്ഞു. എന്തായാലും നോക്കൂല എന്ന് ഉറപ്പായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പോകുമ്പോ എല്ലാരും കൂടി പിന്നാലെ പോയി. സുവറുൽ മദീന, മദീനയുടെ അതിർത്തി വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, ഉമർ ഖത്താബ് വേറെ ഭാഗത്ത്. നാടുട്ടോണ ആളാരെങ്കിലും യാത്ര അയക്കലുണ്ടോ? ഉംറക്ക് പോവുകയാണെങ്കിൽ യാത്ര അയക്കും, ജോലിക്ക് പോവുകയാണെങ്കിൽ യാത്ര അയക്കും, ഹജ്ജിന് പോവുകയാണെങ്കിൽ യാത്ര അയക്കും. നാട് വിട്ടു പോവുക, അതായത് നമ്മൾ പഴയ ഭാഷ പറഞ്ഞാൽ ചാടിപ്പോണ ആളാരെങ്കിലും യാത്ര അയക്കും. എന്നാലേ ബിലാൽ റളിയല്ലാഹു അൻഹു യാത്ര അയച്ചു. മദീനയുടെ അതിർത്തി വരെ എല്ലാവരും പിന്നിൽ പോന്നു. മഹാനവറുകൾ പലതും പറഞ്ഞു. പോകുമ്പോഴും സഹാബത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പോകരുത്, ഞാൻ പോകുന്നു പറഞ്ഞു. അവസാനം മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ മഹാനവറുകൾ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടന്നു. മരുഭൂമിയിലൂടെ ഹിജാസ് കടന്നു. സിരിയയുടെ അങ്ങേ തലക്കൽ മഹാനവറുകൾ എത്തിച്ചേർന്നു. നടന്ന് മരുഭൂമിയുടെ അങ്ങനെ പോയി. സിരിയയിൽ ചെന്ന് മഹാനവറുകൾ താമസമാക്കി. പെണ്ണെട്ടി താമസിച്ചു എന്നാണ്. പെണ്ണെട്ടി താമസിക്കാരണം എന്താ? ഇനി മടങ്ങിപ്പോകൂല എന്നുള്ള തീരുമാനത്തിൽ താമസിക്കുന്നതിനാണ് പെണ്ണെട്ടി താമസിക്കുക. മഹാനവറുകൾ കല്യാണം കഴിച്ച് താമസിച്ചോടെ, ഇനി മടക്കല്ല. 2 തവണയാണ് മഹാനവറുകൾ മദീനയിലേക്ക് വന്നത്. റളിയല്ലാഹു അൻഹു. ഒരു പ്രാവശ്യം വന്നപ്പോ എല്ലാരും പറഞ്ഞു, ബിലാലെ നിങ്ങളൊന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു, നിങ്ങളൊന്ന് വാങ്ങിക്കൊടുക്കണം. മുമ്പ് പറഞ്ഞു, കൊടുക്കൂല, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, കൊടുത്തില്ല. അവസാനം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വന്നു. ഫാത്തിമ ബീവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയായിരുന്നു. അപ്പൊ കൊടുത്തു. എന്താ കാരണം? തങ്ങന്മാര് പറഞ്ഞാൽ അതിനെ കേൾക്കാതിരിക്കാൻ കഴിയില്ല, അതാ കൊടുത്തതിന്റെ കാരണം. തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബീവിന്റെ മോൻ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയും അതിന് മുമ്പിൽ കൊടുത്തു. പക്ഷെ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. മുസ്തഫാ നബി തങ്ങളുടെ പേര് പറയാൻ കഴിഞ്ഞില്ല. അവസാനം മഹാനവറുകൾ മടങ്ങിപ്പോയി. സിരിയയിലേക്ക് തന്നെ മടങ്ങി. അവിടെ ചെന്നിട്ട് വഫാത്താകുകയാണ്. മഹാനവറുകൾ സിരിയയിലെത്തിയതിനു ശേഷം സിരിയക്കാർ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ബിലാലിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കുള്ളൂ. എന്ത് തീരുമാനമാണെങ്കിലും ബിലാലിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനിക്കുമായിരുന്നുള്ളൂ. കറുത്ത വർഗ്ഗക്കാരനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നീഗ്രോ അടിമയാണ് എന്ന് നമ്മൾ പറഞ്ഞത് ബിലാലിനെ മോശാക്കാനല്ല, നമുക്ക് ആളെ മനസ്സിലാവാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു നീഗ്രോ ആയ അടിമയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് എന്തിനാ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോശാക്കാൻ വേണ്ടി പറയല്ല, നമുക്ക് ആളെ കോലം മനസ്സിലാണല്ലോ, അതിന് പറഞ്ഞതാ. എന്നാൽ സിരിയക്കാര് മഹാനവറുകളെ സയ്യിദായി കണ്ടു. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ പാരമ്പര്യം എന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വഫാത്തിന്റെ അസുഖം പിടിപെട്ടു, മരണത്തിന്റെ അസുഖം പിടിപെട്ടപ്പോ സിരിയക്കാരൊന്നിച്ച് കരഞ്ഞു. എല്ലാവരും കരഞ്ഞു. മഹാനവറുകളുടെ ഭാര്യയും മക്കളും കരഞ്ഞപ്പോ ബിലാൽ ചിരിച്ചു. എല്ലാവരും കരഞ്ഞപ്പോ മൂപ്പര് ചിരിച്ചു. കരയുന്നവരോടായി സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എനിക്ക് ചിരി വരികയാണ്. ഞാൻ ഇന്നലെ രാത്രി എന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. നബി തങ്ങളുടെ ഹദറത്തിലേക്ക് പോകാനാണ് ഞാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഞാൻ എന്നേക്കുമായി സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. എന്താ പറയാൻ കാരണം? എല്ലാവരും മരിക്കുന്നത് ഇടങ്ങാറായിട്ടൊന്നുമല്ല. ചില ആൾക്കാർക്ക് അത് ഭയങ്കര രസമാണ്. രസമാവണമെങ്കിൽ എന്ത് വേണം? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ വേണം. അതാണ് നന്നാകുക എന്ന് പറഞ്ഞാൽ. ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജല്ല. നിങ്ങളിൽ നിന്നാരും അല്ലാഹുവിനെ കുറിച്ച്
നല്ല ബോധമുണ്ടാവാതെ മരണപ്പെടരുതേ. അള്ളാഹിനെ പറ്റി നല്ല വിചാരം ഉണ്ടായിട്ട് മരിക്കാവൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോ ഈ ജീവിക്കണ മാതിരി ഇങ്ങനെയാണ് ജീവിച്ചാല് എങ്ങനെങ്കിലും ഒക്കെ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് പോവായിരിക്കും എന്ന് നമ്മുടെ കൽബ് നമ്മളോട് പറയണം. നാട്ടുകാർ പറയണമെന്നല്ല, നമ്മളെ കൽബ് നമ്മളോട് പറയണം, ഞാൻ ഇപ്പൊ ഈ പോണ വഴിയിലൊക്കെ പോയാൽ എങ്ങനെയൊക്കെയാണ് സ്വർഗത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനാണ് സമസ്ത. അതിനുവേണ്ടിയാണ് സമസ്ത നിലകൊള്ളുന്നത്. അതിനാണ് സമസ്ത രൂപീകരിച്ചത്. അതിനാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പോ എല്ലാ നാട്ടിലും മജ്‌ലിസ് നൂർ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും മജ്‌ലിസ് നൂർ ഉണ്ട്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മജ്‌ലിസ് നൂറിന്റെ പരിപാടിക്ക് എന്നാൽ ദ്വാരക്കാൻ നേരത്തെ കുറേ കടലാസ് ഉണ്ടാവും. കാലുമുട്ടിന്റെ വേദന മാറാന്, ചെറിയറിൽ വെച്ചുത്തിയത് മാറാന്, ആശുപത്രി കിടക്കുന്ന രോഗിക്ക് ശിവയാകാന്, ഗൾഫിലുള്ള ഭർത്താവിന് ജോലി കിട്ടാന്, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. ഹൈദർലി ശാബ് തങ്ങൾ പാപ്പ കാൽമുട്ടിന്റെ വേദന മാറാനാണ് മജ്‌ലിസ് നൂർ ചെല്ലാൻ പറഞ്ഞതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വേദന മാറുമോ വേറെ കാര്യമാണ്, മാറൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹൈദർലി ശാബ് തങ്ങൾ അന്നൊക്കെ എല്ലാവർക്കും മുട്ടുവേദന അല്ലേ, അത് മാറാൻ വേണ്ടി എന്നാലും മജ്‌ലിസ് നൂർ ചൊല്ലി കഴിഞ്ഞ നമ്മളോട് പറഞ്ഞു. നമ്മളോട് എന്തിനാ മജ്‌ലിസ് നൂർ എല്ലാം പറഞ്ഞത്? ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനാണ് എല്ലാം പറഞ്ഞത്. അതിനാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതും ഉണ്ടാക്കി കാൽമുട്ട് വേദന ആക്കി മാറ്റി. അല്ല, കാൽമുട്ട് വേദന മാറാൻ വേണ്ടി തോരക്കണം, തോരക്കണ്ടെന്നല്ല ഈ പറഞ്ഞു കേട്ടോ, തോരക്കാൻ കായും കൊടുക്കണം. പക്ഷെ പ്രധാന ഉദ്ദേശം അതല്ലല്ലോ. പ്രധാന ഉദ്ദേശം മൗത്തിന്റെ നേരത്ത് സ്വീപ്പാക്കാൻ വരുന്ന ഒരു ചെങ്ങായി ഉണ്ട്. ചെങ്ങായി ഓനെ ആക്കണമെങ്കിൽ ചെറിയ പിന്തുണ ഒന്നും പോരാ, വലിയ പിന്തുണ വേണം. അതിനാണ് മജ്‌ലിസ് നൂർ ചെല്ലുന്നത്. പക്ഷെ ആ ഒരു കൽബ് നമുക്ക് ഉണ്ടാവണ്ടേ? അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഒരു മനുഷ്യന്റെ മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് വളരെ ഉഷാറായിരിക്കണം. അത് എല്ലാവരും നല്ല അഭിപ്രായം പറയണം. 5 സർട്ടിഫിക്കറ്റാണ് സ്വർഗത്തേക്കുള്ളത് എന്നാണ്. അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തേക്ക് ആക്കട്ടെ. 5 സർട്ടിഫിക്കറ്റ് വാങ്ങിയാലേ സ്വർഗത്തേക്കുള്ള അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അപേക്ഷ കൊടുക്കണ്ടേ നമുക്ക് വെള്ള പേപ്പറിൽ സ്വർഗത്തിന് അപേക്ഷ മെയിൽ ചെയ്യണ്ടേ? 5 സർട്ടിഫിക്കറ്റ് അതിനൊപ്പം ഫിൽ ചെയ്യണം അപേക്ഷൻ്റെ. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം, ഫോട്ടോസ്റ്റാറ്റ് ഒന്നും പറ്റില്ല. ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആലപ്പുഴയിൽ അറ്റസ്റ്റ് ചെയ്തിട്ട് അതൊന്നും നടക്കില്ല പരിപാടി. ഇമ്മാൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ബാക്കിൽ ഫസ്റ്റ് തന്നെ ആദ്യം മറിച്ചാൽ കാണണം. അതിൻ്റെ അടിയിലാണ് ഫിൽ ചെയ്യണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാണ്. ഏത് കുരുത്തക്കെട്ടുണ്ടോ പരിശോധിച്ച് നോക്കി, ഓനും എൻ്റെ അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഏത് കള്ളുടിയുണ്ടോ നമ്മൾ പരിശോധിച്ചോടി, ഓനോ എൻ്റെ അമ്മയും കൂടി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരു മനുഷ്യൻ തെറ്റണമെങ്കിൽ ഉമ്മയോട് പിണങ്ങിയിരിക്കണം, എന്തെങ്കിലും ഉണ്ടാവും. ഏത് കൊള്ളക്കാരുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കി, ഓനോ എൻ്റെ അമ്മയും കൂടി പ്രശ്നം ഉണ്ടാവും. ഏത് കൈക്കൂലിക്കാരനുണ്ടോ, അതാണ് ആധുനിക കൊള്ള, ഏത് കൈക്കൂലിക്കാരനുണ്ടോ നമ്മൾ പരിശോധിച്ചോളി, ഓനോ എൻ്റെ അമ്മയും കൂടി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഏത് ചീട്ടലിക്കാരുണ്ടോ, ഏത് വ്യഭിചാരി ഉണ്ടോ, ഏത് ആളെ പറ്റിക്കണുണ്ടോ, ഏത് വൃത്തം കെട്ടുണ്ടോ, ഓനോ എൻ്റെ അമ്മയും കൂടി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ പോകണമെങ്കിൽ ഉമ്മാനോട് പിണങ്ങാതെ നടക്കൂല. അതുകൊണ്ട് ഉമ്മാനോട് പിണങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് SKSന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, സംസ്ഥയുടെ പ്രവർത്തകർ ഉമ്മാനെ നല്ലോണം നോക്കണം. അത് കഴിഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ചാൽ മതി. പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ ഞാൻ ഇതിനാന്നല്ലേ ഈ പറഞ്ഞത്. ഉമ്മ
ഉമ്മ പറഞ്ഞ കേൾക്കൽ പ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ച് ചില സംഘടനാ പ്രവർത്തകരുണ്ട്, കുടുംബം തീരെ നോക്കൂല, നാട്ടുകാർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരാളില്ല. വാപ്പ പറഞ്ഞാൽ കേൾക്കൂല, ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല, പെണ്ണേനെ ആശുപത്രി കൊണ്ടുപോകാൻ നേരമില്ല, കുട്ടിക്ക് പനിയായിട്ട് കൊണ്ടുപോകാൻ നേരമില്ല, എന്നാൽ മൊബൈലിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ നേരമില്ല. ആയാലും പോസ്റ്റർ നമുക്ക് വേണ്ട. പെണ്ണുങ്ങൾ ആശുപത്രി കൊണ്ടുപോയിട്ട് കുട്ടിക്ക് പനിക്ക് മരുന്ന് വാങ്ങി കൊടുത്തിട്ട് ഇമ്മാൻ്റെ വിരിപ്പ് നേരാക്കി കൊടുത്തിട്ടുള്ള പോസ്റ്ററാണ് വേണ്ടത്. അതേ നിലനിൽക്കുള്ളൂ. കുടുംബം നല്ലോണം നോക്കണം. SKSFRSY നമ്മളെ പ്രവർത്തകർ സമസ്തക്കാർ കുടുംബത്തെ നല്ലോണം നോക്കണം. നല്ല അധ്വാനിക്കണം, കുടുംബത്തെ നന്നായിട്ട് നോക്കണം. നമ്മളെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരണം, നിർബന്ധമായിട്ട് ചെയ്യണം. അതുകൊണ്ട് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഉമ്മാൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്ടമാണ്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. ഉമ്മ ഇഷ്ടപ്പെടുന്ന വേഷം ധരിക്കണം, ഉമ്മ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നടക്കണം, ഉമ്മ ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിൽ മുടി വെട്ടണം, ഉമ്മ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി കൂട്ടുകൂടണം. ഉമ്മാന്റെ ഇഷ്ടമാണ് ദുനിയാവിലെ വലിയൊരു ഇഷ്ടം. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതുമാണ്. ഒന്നാമത്തെ ഉമ്മാൻ്റെത്, ഭാര്യക്ക് ഭർത്താവിൻ്റെത്, ഭർത്താവിന് ഭാര്യയുടേത്. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ഏതൊരു പെണ്ണ് മരിക്കുകയാണോ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന് ഭാര്യയുടേത്, ഭാര്യക്ക് ഭർത്താവിൻ്റെത് രണ്ടാമത്തെ സർട്ടിഫിക്കറ്റാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറയേണ്ടത് ഇതിൻ്റെ പെണ്ണുങ്ങളാണ്, ഭാര്യയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നബി തങ്ങൾ ആദ്യമായി സപ്പോർട്ട് ചെയ്തത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു എന്നതാണ്. നബി തങ്ങളുടെ ഭാര്യ. നമ്മളെപ്പറ്റി ആർക്ക് നല്ല അഭിപ്രായം ഉണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് അറിയാം സുബഹിക്ക് നീച്ചലില്ല എന്നുള്ളത്. നാട്ടിൽക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഒരു മനുഷ്യനെ പറ്റി ആദ്യം നല്ല അഭിപ്രായം വേണ്ടത് കെട്ടിയ പെണ്ണിനേക്കാണ്, ഭാര്യക്കാണ് ആദ്യം അഭിപ്രായം വേണ്ടത്. നബി തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ആദ്യം സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ ഭാര്യ സയ്യിദത്തുനാ ഖദീജ. നബി തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ഓർമ്മ കൊണ്ട് നടന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നബിയെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഖദീജ 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 എന്ന് പറയണ്ടല്ലോ, വീട്ടിലെന്തെങ്കിലുമൊക്കെ പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ, അരീസൊക്കെ ഉണ്ടാക്കിയാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഖദീജാബിയുടെ കൂട്ടുകാരികൾക്ക് ഒന്ന് കൊടുത്തേക്കും. ആടിന് അറുത്താൽ ഒരു കാലെടുത്തുകൊണ്ട് ഖദീജാബിയുടെ കൂട്ടുകാർക്ക് കൊടുത്തേക്കും. അല്ലാതെ അങ്ങനെ ആയപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, അജൂസും കഥാന്ന് ചോദിച്ചു. എപ്പോൾ നോക്കിയാലും ഖദീജ ഖദീജ ഖദീജ, അതൊരു തള്ളയായിരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഈ ഖദീജ ഖദീജ എന്ന് പറഞ്ഞ തള്ളല്ലേ. വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഒരുപാട് ഭാര്യമാരെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഒരു ഭാര്യയെ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് ഭാര്യയുടെ സപ്പോർട്ടാണ്. അത് കിട്ടിയാൽ 100 മാർക്ക്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് പിന്നെ. അപ്പൊ ഒന്നാമത്തെ ഉമ്മാൻ്റെ, രണ്ടാമത്തെ ഭാര്യൻ്റെ, മൂന്നാമത്തത് അയൽവാസിയുടെ. ഒരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് കൊണ്ട് അയൽവാസിയാണ്. ഇതിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം തന്നെ ഇക്കാരം. സാലിം ബൈസ് ഭയങ്കര സംഭവമാണ്, എൻ്റെ അയൽവക്കത്ത് പാർക്കണം പറയണം, മൂപ്പരൊരു സംഭവമാണ്. നമ്മളെ പറ്റി നമുക്ക് നല്ല അഭിപ്രായം തന്നെയല്ലേ ഉണ്ടാകുക. ആരെപ്പതിലും മോശം ആകെപ്പെടെ ഒരു കുത്തുല്ലത്തായുള്ളൂ ഞാനാണ് നീക്കാരം ഓരോരുത്തരും വിശ്വാസം. വേറെ ഉള്ളവർ നമ്മളെ പറ്റി അങ്ങനെ അഭിപ്രായം വേണമെന്ന്